നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് വന്നുള്ളത് 4 ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് ഒരുപാട് ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കാത്തത്. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം സഫർ ചെയ്യുന്നുണ്ടാവാം. ഹോസ്പിറ്റലിലോ അങ്ങനെ അവർക്ക് കുറച്ച് ടെൻസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ഹെൽത്ത് ഇഷ്യൂസോ മാനസികമായിട്ടുള്ള ഇഷ്യൂസൊക്കെ അവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ വന്നു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളോട് ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് അവർക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹവും ഫീലിങ്സും എല്ലാം നിങ്ങളോടുള്ളതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷനിൽ അവർ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ഈ റിലേഷനിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കാരണമാണ് അവർ റിലേഷൻ വിട്ടു പോവാത്തത് എന്ന് കാണിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളോട് ആ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ഹയർ ഓഫ് ആൻഡ് എനർജിയാണ്. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് കൂടി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു കണക്ഷനാണ്. നിങ്ങളെ സ്പിരിച്വലി കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലോട്ട് എത്തിക്കാൻ ഈ ഒരു റിലേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നതും ഇൻവോൾവ്ഡ് ആവുന്നതും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്ന ഒരു കണക്ഷനാണിത്. കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴേ ഈ റിലേഷൻ നല്ല രീതിയിൽ ബിൽഡപ്പ് ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഒരു പ്രസൻസ് കിട്ടാണ്ടാവും. ആ സമയം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആവുമ്പോൾ ഈ കണക്ഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ത്രീ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നത്. അവർ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ്, ഈ റിലേഷൻ വേണം, ഇതിൽ ഒരു ഫ്യൂച്ചർ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അത് അവരുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഇപ്പം ഈ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ആ ഒരു രീതിയിലാണ്, അതായത് എനിക്കിനി മുന്നോട്ട് ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അത്രയും വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ്, ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷനിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്, ലെസ് കോണ്ടാക്റ്റ് ആണ്, നിങ്ങൾ തമ്മിൽ ആ ഒരു പഴയ ബോണ്ടിങ് ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പഴയ ബോണ്ടിങ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷൻ മുന്നോട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ദ സ്റ്റാർ കാർഡാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു യൂണിവേഴ്സിന്റെ ഒരു നിങ്ങളെ സ്പിരിച്വലി കുറച്ചുകൂടി കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നൊരു റിലേഷൻ ആണെന്നുള്ളത്. അപ്പം ഇവിടെ ആ ഒരു കണക്ഷൻ, അതായത് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ ബിൽഡ് ചെയ്ത് വരുവാണ്. അതായത് നിങ്ങളിപ്പം യൂണിവേഴ്സിനോട് കണക്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ കൂടിയാണ് ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ദ ഡബിൾ എനർജിയാണ്.
അതായത് ഒരു കർമ്മ ഭയങ്കരമായിട്ട് ഈ റിലേഷനെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻ കൂടിയാണ് ഇത് കേട്ടോ. ഒരു കർമ്മ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഇപ്പൊ എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത്. ചില സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സെൽഫിഷ് ആയിട്ട് പെരുമാറുന്നുണ്ടാവാം. നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് അവർ തരുന്നുണ്ടാവില്ല. അപ്പോഴൊക്കെ നിങ്ങൾ ഡ്രെയിൻ ആയി പോകുന്നുണ്ടാവും. നിങ്ങൾ അത്രയും വിഷമിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോടായിരിക്കും കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് ഇൻവോൾവഡ് ആവുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ സ്പിരിച്വലി കൂടി ഒരു കണക്ഷൻ കൊണ്ടു തരുന്നത്. ഓക്കെ, ഇവിടെ ഒരു കർമ്മ കൂടി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ വിഷമിക്കുമ്പോഴല്ലേ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പിരിച്വൽ കാര്യങ്ങളോട്ട് ഇൻവോൾവഡ് ആവാനോ ശ്രമിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ റിലേഷനിൽ തന്നെ എപ്പോഴും ഇൻവോൾവ് ചെയ്ത് അതിലൊരു അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നല്ലാതെ ഈശ്വരനെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻ കൂടി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട് കണക്റ്റ് ആയി നിൽക്കാനും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് തിരികെ വരുന്ന എനർജിയാണ്. അവർ സ്നേഹത്തോടെ ഈ റിലേഷനിലോട്ട് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല, ഒരു തിരിച്ചുവരവല്ല. സാവധാനം മാത്രമേ അവർ തിരിച്ച് ഈ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സർപ്രൈസ് എന്നാണ് കാണിക്കുന്നത്. അവര് സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കോണ്ടാക്ട് വരുന്നത്. ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു റിലേഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവരുടെ നെഗറ്റീവ് സൈഡ് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവാം, നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ബിഹേവിയർ എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവാം. അപ്പൊ അവരിലുള്ള ഒരു നല്ല സൈഡ് എന്താണ്, ഒരു ബാഡ് സൈഡ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുൾ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു മുന്നോട്ടൊരു ഹോപ്പ് വെക്കാം എന്നുള്ളതാണ്. ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. രോഹിണി 1989, തിരുവോണം, തിരുവാതിര, ലെറ്റർ എസ്, 2000, 1999, ലെറ്റർ എച്ച്, പൂയം, ഭരണി, ഒക്ടോബർ, ചോതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.